So that verse raises the question, what is our treasure? അത് നമ്മളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നമ്മുടെ നിധി, ഇല്ലെങ്കിൽ ആ ട്രഷർ എവിടെയാണ്? For some of us that may be money, some others that may be family, so many other things are there. So where our treasure is, there our heart will be. ചിലർക്കാണെങ്കിൽ അവരുടെ കുടുംബമാണ് ഒരു നിക്ഷേപമായിരിക്കുന്നത്, ചിലർക്ക് തങ്ങളുടെ ബാങ്കിന്റെ നിക്ഷേപങ്ങളായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ചോദ്യം നിങ്ങളുടെ യഥാർത്ഥ നിക്ഷേപം എവിടെയാണെന്നുള്ളതാണ്. So we need to have a right perspective about our treasure. What is our treasure, or what we treasure most? നമ്മുടെ ആ നിക്ഷേപങ്ങളെ കുറിച്ച് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അത് എവിടെ ആയിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Because where our treasure is, there our heart will be. കാരണം അത് ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഹൃദയമായിരിക്കുന്നത്. So God is speaking about, our Lord is speaking about having a discerning heart. So wealth is good, fame is good, job is good, family is good, well and good. But what is our treasure? What is our priority? നമ്മുടെ ജോലി നല്ലത് തന്നെ, നമ്മുടെ സമ്പത്ത് നല്ലത് തന്നെ, നമ്മുടെ ആരോഗ്യം നല്ലത് തന്നെ, നമ്മുടെ കുടുംബവും നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. So we need to have a right perspective and we need to have a discerning heart. അതുകൊണ്ട് യഥാർത്ഥ നിക്ഷേപം എന്താണെന്ന് തിരിച്ചറിയുകയും അതിന്റെ എവിടെയായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു നല്ല ഉറപ്പ് നമുക്കുണ്ടായിരിക്കുകയും വേണം. In Ezekiel chapter 36 verse 26, there God speaks about a new heart, a heart of flesh. എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൽ നമ്മൾ ഒരു നല്ല ഹൃദയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. Ezekiel 36:26. 36-ന്റെ 26 കാണുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും, പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. So God says, I will remove the heart of stone and give you a heart of flesh. ദൈവത്തിന്റെ വചനം ഉറപ്പോടെ പറയുന്നു, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ മാറ്റിയിട്ട് അതിന് മാംസമായ ഒരു ഹൃദയം നിങ്ങൾക്ക് നൽകും. A heart of stone that is insensitive to the miracles, the insensitive to others' worry, insensitive to many other things. But God says, I will remove that insensitive heart, a heart of the stone, and I will replace with a heart of flesh. കല്ലുപോലെയുള്ള ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനയെ ഫീൽ ചെയ്യുവാൻ കഴിയാത്ത, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റൊന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും സെൻസ് ചെയ്യുവാൻ കഴിയാത്ത ഒരു ഹൃദയമായിരിക്കും. എന്നാൽ അതിനെ മാറ്റി മാംസമായ ഒരു ഹൃദയം നൽകുമ്പോൾ അതെല്ലാം നമുക്ക് അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടയായിത്തീരും. So God says, I will remove the heart of stone and I will give you a heart of flesh. ദൈവം പറയുന്നു, ആ കല്ലുപോലെയുള്ള ഹൃദയമുണ്ടല്ലോ, ഞാൻ അതിനെ മാറ്റും. അതിനെ മാറ്റിയിട്ട് വേറൊരു ഹൃദയം, ഒരു പുതിയ ഹൃദയം നിങ്ങളുടെ ഉള്ളത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകും. So the heart of flesh is the teachable heart, the heart of flesh that receives miracles. The heart of flesh is the heart that has sympathy and empathy. ഈ മാംസളമായുള്ള ഹൃദയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പഠിക്കുവാൻ തക്കവണ്ണം താല്പര്യമുള്ള ഒരു ഹൃദയം. ദൈവിക അത്ഭുതങ്ങളെ കണ്ടാൽ അതിനെ അംഗീകരിക്കുന്ന ഒരു ഹൃദയം, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ആ വേദനയിൽ അലിവ് തോന്നുന്ന ഒരു ഹൃദയമാണ് അങ്ങനെ മാംസളമായ ഒരു ഹൃദയം. People of God, what we need nowadays is the heart of flesh. നമുക്ക് ഈ നാളുകൾ ആവശ്യമായിരിക്കുന്നത് ഇപ്രകാരമുള്ള മാംസമായ ഒരു ഹൃദയമാണ്. So God is able to give that heart this morning. We will ask God, give me a heart of flesh that is ready to see your miracles, accept your miracles. ഇന്ന് രാവിലെ നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ, നിന്റെ ആലോചനകളെ ശ്രമിക്കുവാൻ, മറ്റുള്ളവരുടെ വേദനകളെ അംഗീകരിക്കുവാൻ കഴിയുന്ന ആ പുതിയ ഹൃദയം എനിക്ക് നീ നൽകുമാറാകണമേ. A heart of flesh that is ready to receive the word of God in its true spirit. ദൈവത്തിന്റെ വചനവും ആത്മാവും ഉൾക്കൊള്ളുന്ന ഏറ്റെടുക്കുന്ന ഒരു ഹൃദയമാണ് മാംസളമായ ഒരു ഹൃദയം. It is not the heart of stone that is apathetic, no sympathy, no empathy, but we need a heart of flesh. എന്നാൽ കല്ലുപോലുള്ള ഹൃദയത്തിന് മറ്റുള്ളവരുടെ വേദനകളെ അറിയത്തില്ലവർക്ക്, അത് ഫീൽ ചെയ്യത്തില്ല. എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്ന, സഹതപിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഹൃദയമാണ്. So speaking through Ezekiel, God says, I will give you a new heart, a heart of flesh. എഹെസ്കേലിലൂടെ ദൈവം സംസാരിക്കുന്നു, ഞാൻ ആ കല്ലുപോലുള്ള ഹൃദയത്തെ
there we see a warning about an unbelieving heart. എബ്രായലേഖനം 3-ാം അധ്യായത്തിലെ അവിശ്വാസമുള്ള ഒരു ദുഷ്ട ഹൃദയത്തെക്കുറിച്ച് നാം വായിക്കുന്നു. Hebrews chapter 3 verse 12. അതിന്റെ 12-ാമത് വാക്യം. An evil and unbelieving heart that lead you to fall away from the living God. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്ന തരത്തിലുള്ള ഒരു അവിശ്വാസമുള്ള ദുഷ്ടത നിറഞ്ഞ ഹൃദയം. So there we see an unbelieving heart. So we should never have an evil heart that is unbelieving, that will lead us from the living God. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിശ്വാസമുള്ള ഒരു ദുഷ്ട ഹൃദയം. നമുക്ക് ആർക്കും അത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അത് നമ്മളെ ആ ജീവനുള്ള ദൈവത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു കളയും, അകറ്റിക്കളയും. So this morning that should be our prayer. Lord, I need to have a believing heart. I don't need to have an unbelieving heart. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എനിക്ക് അങ്ങനെയുള്ള ഒരു അവിശ്വാസമുള്ള ഒരു ദുഷ്ട ഹൃദയമല്ല, എന്നാൽ നിന്നെ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഹൃദയത്തെ എനിക്ക് നൽകുമാറാകണമേ. Sometimes even after seeing miracles after miracles, we are not ready to believe in God. പലപ്പോഴും അത്ഭുതങ്ങളുടെ പുറകെ അത്ഭുതങ്ങൾ കണ്ടാലും അതിനെ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു ഹൃദയം. So there is a warning about unbelieving heart which is evil. അതിനെക്കുറിച്ച് പറയുന്നത് അത് ദുഷ്ടത നിറഞ്ഞ ആ അവിശ്വാസമുള്ള ഹൃദയത്തെ കുറിച്ച് പറയുന്നത് അത് ദുഷ്ടതയുള്ള ഹൃദയം എന്നാണ്. So let us pray this morning, Lord, I need a believing heart. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയത്തെ തരണമേ. People of God, are you ready to believe this morning? The previous day God has healed us, even now He is able to heal us. അങ്ങനെയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയും, മുൻപ് എന്നെ സൗഖ്യമാക്കിയ ദൈവം ഇന്നും സൗഖ്യമാക്കുവാൻ ശക്തനാണ്. The one who was faithful hitherto, He will be faithful henceforth. അവൻ ഒരിക്കൽ വിശ്വസ്തനായിരുന്നുവെങ്കിൽ അവൻ ഇന്നും വിശ്വസ്തൻ തന്നെ. The one who did miracles for us hitherto will do it again henceforth. നമുക്ക് ഇന്നുവരെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം ഇന്നും നാളെയും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is faithful to His promises and He will fulfill it. അവൻ വിശ്വസ്തനായ ദൈവമാകുന്നു, അവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. So we should never have an unbelieving heart which is evil, that will lead us away from the living God. ആകയാൽ ജീവനുള്ള ദൈവത്തെ തള്ളിക്കളയുന്ന തരത്തിലുള്ള അവിശ്വാസമുള്ള ഒരു ദുഷ്ട ഹൃദയം നമുക്കാർക്കും ഉണ്ടാകുവാൻ പാടില്ല. Then Bible speaks again about the pure heart. When we read Matthew chapter 5 verse 8, our Lord says, which is very familiar to us, blessed are the pure in heart. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. So the heart should be pure. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. So what is the blessing? അതിന്റെ ഭാഗ്യാവസ്ഥ, Those who are pure in heart, they will see God. അവർ ദൈവത്തെ കാണും. So without a pure heart, we cannot see God. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. So this morning our prayer should be that, Lord, I need a pure heart. Create in me a pure heart so that I may see you. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നിന്നെ കാണുവാൻ എന്റെ കണ്ണുകളെ നീ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. So we should pray for the purity of heart. നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധതയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. So that was David's prayer after singing Psalm 51:10. Would you please read Psalm 51:10? 51:10 സംഗീതം. Thank you for reading. That was a solid prayer from David. We also need to pray, Lord, I need a pure heart. ദാവീദിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നമുക്കും അതേ പ്രാർത്ഥന ഏറ്റുപാടാം. Then again Psalm 24:4. 24:4. People
appearance, but God looks at heart. ഓ മനുഷ്യൻ പുറമേയുള്ളതേ നോക്കുന്നുള്ളൂ, എന്നാൽ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നു. Then again we read in the Bible about undivided heart. ഏകാഗ്രതയുള്ള ഹൃദയത്തെ കുറിച്ചും ദൈവത്തിന്റെ വചനത്തെ നാം കാണുന്നു. In Psalm 86:11, would you please read that Psalm 86:11? 86:11. യഹോവേ, നിന്റെ വഴിയിൽ എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. So that is also a prayer seeking an undivided heart. അത് ഒരു പ്രാർത്ഥനയാണ്, ഹൃദയത്തെ ഏകാഗ്രമാക്കുക, അല്ലെങ്കിൽ ഏകാഗ്രതയുള്ള ഒരു ഹൃദയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. So not many things, worrying about many things. We often do that, but our heart should be undivided. പല കാര്യങ്ങളിലും നമ്മൾ വ്യാകുലചിത്തരാകേണ്ടതുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും ഏകാഗ്രതയുള്ള ഒരു ഹൃദയം നമുക്ക് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. A heart that beats for one purpose. ഒരേ ഉദ്ദേശത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ഹൃദയം. So we know what Paul says, one thing I do. പൗലോസ് പറയുന്നുവല്ലോ, ഒന്ന് എനിക്ക് മതി, ഒന്ന് ഞാൻ ചെയ്യുന്നു. Hallelujah. And also heart that serves one master. അതെ, അങ്ങനെയുള്ള ഹൃദയം ഒരു യജമാനനെ മാത്രം അന്വേഷിക്കുന്നു. Hallelujah. An undivided heart. ഏകാഗ്രതയുള്ള ഒരു ഹൃദയം. There are many things that distract us nowadays, but God wants us to have an undivided heart. നമ്മുടെ ഹൃദയം പല കാര്യങ്ങളില് വ്യാകുലചിത്തമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഏകാഗ്രതയുള്ള ഒരു ഹൃദയമാണ്. So would you please read 1 Peter chapter 3 verse 15, that is in English, and verse 14 in Malayalam. 1 Peter 3:15 in English. 3:15. In Malayalam that can be 14, verse 14. 3:14. 14 മലയാളം. Thank you for reading. Please read in English 3:15. But sanctify the Lord God in your hearts, and be ready always to give an answer to every man that asketh you a reason of the hope that is in you, in meekness and fear. Yeah, please continue. Honor Christ. Having a good conscience, that whereas they speak evil of you as of evildoers, they may be ashamed that falsely excuse your good conversation in your heart. Yeah, honor Christ in your heart. That is what we read there. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിക്കുക. I was talking about one purpose, the undivided heart, and that is to honor our Lord. ഒറ്റ ഒരു ഉദ്ദേശമേ ആ ഹൃദയത്തിനുള്ളൂ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം, അവനെ നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുക. So that is to love our God. That is to love our God. അതായത് നമ്മുടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കും. So we need to have an undivided heart. That should be our prayer this morning. ആദരയാൽ അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, ഏകാഗ്രതയുള്ള ഹൃദയം എനിക്ക് തരണമേ. Because there are many things that distract us nowadays. കാരണം അനേക ശല്യങ്ങൾ ഇല്ലെങ്കിൽ അനേക വിഷയങ്ങൾ വന്നിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത എടുത്തുകൊണ്ട് പോകുന്നു. So we are living in a time of distractions. നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ശല്യങ്ങളുടെ ഇല്ലെങ്കിൽ ഉപദ്രവങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ്. So not only our children are distracted, we often say that even the mature people are also distracted by many things. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഏകാഗ്ര ഹൃദയമില്ലെന്ന്. വാസ്തവത്തിൽ നമ്മുടെ ഗതിയത് തന്നെയാണ്. Even pastors also are distracted. പാസ്റ്റർമാരും ഒട്ടും വ്യത്യാസമല്ല. So we have phone in our hands, and see, one problem with the Bible in the phone is this, because let me tell you, your phone is not a Bible, but phone contains Bible. Bible is there in the phone, but sometimes we use that. But one problem is here. So you will open the Bible, and then there is a distraction. Naturally, you will be distracted to other things. Not only Bible, Facebook is also there in the phone. Google is also there in the phone.
Insta is also there in the phone. So you will first open the Bible and then you will be distracted to Facebook, messages, then Insta. Not only children, even the old people, elderly, mature. There was a time the elderly people criticized about using the Facebook. Nowadays what we see is every night these old people, without saying good night in the Facebook, they cannot sleep. That is what we see nowadays. So all are distracted. That is the point I wanted to make. It is better in the sanctuary, not to be distracted. We should not be succumb to those temptations. That is what I am speaking about. ഞാനൊരു ഉത്തമ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോണിൽ ബൈബിൾ ഉണ്ടെന്ന് വിചാരിച്ച് ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്ത വേറെ എന്തെങ്കിലും പാപ്പയും ഫേസ്ബുക്കോ ഇല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ശ്രദ്ധ ബൈബിളിൽ നിന്ന് അങ്ങ് മാറിപ്പോകും. ഏത് കുഞ്ഞുങ്ങൾക്ക് ആയിരുന്നു ആ പ്രശ്നമുള്ളത് നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വലിയവർ പോലും അതിന് അടിമകളാണ്. അത് ഫേസ്ബുക്കിനകത്ത് കൂടെ ഗുഡ് നൈറ്റ് പറയാതെ മിക്കവാറും പേര് ഉറങ്ങത്തില്ല. These people were criticizing Facebook earlier days, but nowadays even those old people, we cannot blame them because we are simply human beings. ഒരിക്കലും നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ച് വേദോസം വായിക്കുന്നതിനെ വഴക്ക് പറഞ്ഞിരുന്നു. പാസ്റ്റർമാരെ വരെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ അനുഭവത്തിനാണ് പറയുന്നത്. ഇന്ന് ഈ പറയുന്നവരൊക്കെ ഇത് ഉപയോഗിച്ചാണ് പ്രസംഗിക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. So better to bring this Bible whenever you come to sanctuary and read from it, because the phone or other gadgets are not a sin, but the problem is here always there are chances to be distracted. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കേണ്ടതിന് ഈ പ്രിന്റ് ചെയ്ത ബൈബിള് തുറന്ന് വായിക്കുന്നതാണ് ആലയത്തിൽ വരുമ്പോൾ നമുക്ക് നല്ലത്. I'm not speaking about the bibliolatry or worshipping this book. See, often people say in our community, this book, help me, or this book. So whenever they say this book, the words in this book, not this book with this color and this book, but the words in this book. That always helped us. That always strengthened us. That always uplifted us. Hallelujah. Shall we praise God for the Bible, the scripture that is given to us? ഞാൻ പറയുന്നത് ഈ ദൈവത്തിന്റെ ഈ ബൈബിളിനെ നമ്മൾ ആരാധിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. ഇതിന്റെ ഈ ബൈൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിനകത്തെ വചനം അതാണ് നമ്മളെ ഉദ്ധരിക്കുന്നത്. അതാണ് നമുക്ക് ജീവൻ നൽകുന്നത്. So we need to have an undivided heart. ആകയാൽ നമുക്ക് ഒരു ഏകാഗ്രതയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയാത്ത ഒരു നല്ല ഹൃദയം ആവശ്യമാണ്. A heart that beats for one purpose. ഒരേ ഒരു കാര്യത്തിന് വേണ്ടി കാക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം. A heart that serves one master. ഒരേ ഒരു യജമാനനെ സേവിക്കുവാൻ തൽപരമായ ഒരു ഹൃദയം. What if we can read that this verse also, 2 Corinthians chapter 4 verse 18. 2 കൊരിന്ത്യർ 4:18. Second Corinthians 4:18. കാണുന്നതിനല്ല something that is eternal. What we see is temporal, but what we cannot see is eternal. നമ്മൾ കാണുന്നത് താൽക്കാലികം, എന്നാൽ കാണാത്തതുണ്ട് അത് നിത്യമായിട്ടുള്ളത്. Hallelujah. Shall we praise God? Hallelujah. What we see, those things are temporal, but there is something that is eternal. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കാണുന്ന ചുറ്റുമുള്ള സകലതും വെറും താൽക്കാലികമാണ്, കഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ കാണാത്തൊരു കാര്യമുണ്ട്, അത് നിത്യമായിട്ട് നിലനിൽക്കുന്നതുമാണ്. So people of God, we need to have an undivided heart that will focus on eternity. ആ നിത്യതയെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്ന ഒരു ഏകാഗ്രതയുള്ള ഹൃദയം ദൈവമക്കളെ നമുക്ക് ഏവർക്കും ആവശ്യമാണ്. The Bible again speaks about cheerful heart. I don't need to explain Proverbs 17:22. Proverbs 17:22. സദൃശവാക്യം 17:22 സന്തുഷ്ട ഹൃദയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. Yeah, one of you can read that. Yeah, it's a proven thing that a cheerful heart is medicinal. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം അല്ലെങ്കിൽ മെഡിസിൻ ആകുന്നു. So
the heart can make us sick. The problems in our heart can make us sick. The hatred in heart will definitely make us sick. And the worries in our heart, if you have continuous worries, no matter what you do, what exercise you do, what food intake you have, the worries, the continuous worries in your heart will make us sick. നമുക്കറിയാം, നമ്മുടെ ഹൃദയം നമ്മളെ രോഗികളാക്കാറുണ്ട്. നമ്മുടെ ശരീരം എത്ര നമ്മൾ പുഷ്ടി പിടിപ്പിച്ചാലും എക്സസൈസ് ചെയ്താലും ഹൃദയത്തിൽ പലതരത്തിലുള്ള വിചാരങ്ങളും ആകുല ചിന്തകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നിന്റെ ശരീരത്തെ കാർന്നു തിന്നുകളയും. So if you have such an attitude or habit, let me tell you, stop it. Stop worrying. Stop worrying. Just say, I have decided to stop worrying. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടിന് നിങ്ങൾ വിധേയരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൽപ്പന കൊടുക്കണം. ഇല്ല, അവിടെ നിർത്തു എന്റെ ഹൃദയമേ, അവിടെ നിൽക്കൂ, ഞാൻ ഇനി വറി ചെയ്യത്തില്ല. So all the pathological studies say that there is a connection between our heart and the sickness. നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ രോഗവും തങ്ങളിൽ നല്ല ഒരു ബന്ധമുണ്ട് എന്നുള്ളത് ഇന്നത്തെ പഠനത്തിൽ വളരെ വ്യക്തമായിട്ട് തെളിയിപ്പെട്ടിട്ടുള്ള കാര്യമാണ്. In Malayalam we used to say ആദിയാണ് വ്യാധി, ആദി വ്യാധി. മലയാളത്തിൽ പറയുന്നത് ആദിയാണ് വ്യാധി, ഇല്ലെങ്കിൽ worryയാണ് നമ്മുടെ സിക്നസ്, രോഗം എന്നുള്ളത്. So the worries will make you sick. Not only worries, the hatred in your heart, just stop it. Start loving people. That will make you, energetic. Just stop hating people. Stop becoming angry over people. We consider that all are good, created in the image of God. We love all. മറ്റുള്ളവരോട് നമ്മൾ കോപിച്ചിട്ട് വെറുതെ നമ്മുടെ ശരീരത്തെ ഇല്ല നമ്മുടെ ജീവിതത്തെ കളയേണ്ട കാര്യമില്ല. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഓർത്ത് സന്തോഷം കണ്ടെത്തിയാൽ അത് നിന്റെ ജീവിതത്തിന് ഒരു ആശ്വാസമാണ്, നിന്റെ രോഗത്തിന് ഒരു സൗഖ്യമായിരിക്കും. Let us celebrate the difference. People may have different opinion. People are there with different stature, physical nature, mental temperaments, but no matter what, the differences are love all. മനുഷ്യര് പല നിലകളിലുള്ളവരുണ്ട്, പല രീതികളിലുള്ളവരുണ്ട്. എന്നാൽ അതൊന്നും കണക്കാക്കാതെ എല്ലാവരെയും ഒരുപോലെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയട്ടെ. So even before all the inventions regarding the connection between heart and pathology or the sickness, Bible says here, even before centuries or before all these findings, Bible says cheerful heart is a medicine. ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തമാണ് ഈ ഹൃദയത്തിന്റെ ഉള്ള ചിന്തകളും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത്. എന്നാൽ നൂറ്റാണ്ടുകൾക്കപ്പുറം ദൈവത്തിന്റെ തിരുവചനം എഴുതി സന്തുഷ്ട ഹൃദയം ഒരു നല്ല ഔഷധമാകുന്നു. So before you leave this sanctuary, let us decide to have a cheerful heart that is possible in the presence of God. ആകയാൽ ഈ ആലയം വിട്ടു പോകുന്നതിന് മുമ്പേ ആ ഒരു സന്തുഷ്ട ഹൃദയത്തോടെ വേണം ഇന്ന് ഓരോരുത്തരും ഇറങ്ങി പോകുവാൻ തക്കവണ്ണം. Shall we praise God? Hallelujah. Hallelujah. And my God will give us the cheerful heart. നമ്മുടെ ദൈവം ആ സന്തുഷ്ട ഹൃദയം നമുക്ക് തരും. And Bible again speaks about broken heart, which is very familiar to us. Psalm 147:3. Would you please read that? Psalm 147:3. 147:3. That's very. It's very familiar to us. Our God heals the broken hearted. വളരെ പരിചയമായ ഒരു വേദഭാഗമാണല്ലോ, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. Because out of all my experiences and having some studies in psychology as well, even though my major is theology, what I have found out of my ministry experience also, more than any physical wounds, the mental wounds are very severe. ഞാൻ തിയോളജിയാണ് പഠിച്ചെങ്കിലും സൈക്കോളജിയുള്ള ചില കാര്യങ്ങൾ എനിക്കറിയാം. അവർ പറയുന്നത് ഈ ശരീരത്തിലുള്ള മുറിവിനേക്കാളും ആഴമേറിയതാണ് ഹൃദയത്തിന്റെ മുറിവുകൾ. So the wounds in your body can be healed easily, but wounds in heart is very difficult to heal. ശരീരത്തിന്റെ മുറിവ് വളരെ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാം, ഹൃദയത്തിന് പറ്റിയ മുറിവ് ഭേദമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. So as people of God, let me tell you, never wound others' heart. They will never forget it. ആകയാൽ ഈ ഒരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരട്ടെ, ഒരിക്കലും മറ്റുള്ള ഒരുവന്റെ ഹൃദയത്തെ നിങ്ങൾ മുറിപ്പെടുത്തരുത്. So let them always remember you as a healer, the one who healed their wounds.
they should never remember you as a wounder of their souls or mind or heart. അവരെന്നും നിങ്ങളെ കുറിച്ച് നിങ്ങളെ രോഗത്തെ സൗഖ്യമാക്കുന്ന മുറിവുകളെ പൊറുപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ മറ്റൊരാൾ നമ്മളെ കുറിച്ച് തോന്നാവൂ. ഒരിക്കലും അവന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നവൻ എന്നൊരു ചിന്ത മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് വരരുത്. Bible says, Scripture says, even if you are wounded in your heart, my God will heal because He heals the broken heart. എന്നാൽ തിരുവചനം പറയുന്നു, നിങ്ങൾ ഹൃദയത്തിൽ മുറിവേറ്റവരാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയം തകർന്നുവെങ്കിൽ അതിനെ സൗഖ്യമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. If you are looking for a healing in your heart, God is able to do that. He will heal. Even this morning, He is able to heal the broken heart. ഓ, ഇന്ന് പ്രഭാതത്തിലും നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ സൗഖ്യമാക്കുവാൻ സൗഖ്യദായകൻ ഇവിടെയുണ്ട്. Hallelujah. Finally, again, so we were meditating on the importance of heart. Finally, Acts chapter 28, 26 and 27, there we read about dull heart. അപ്പോസ്തല പ്രവർത്തികൾ 26-ാം അധ്യായത്തിൽ So there we read about dull heart or തടിച്ച ഹൃദയം. കഠിന ഹൃദയത്തെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. Saying, go unto this people and say, hearing ye shall hear, and shall not understand, and seeing ye shall see, and not perceive. For the heart of this people is waxed gross, and their ears are dull of hearing, and their eyes have they closed, lest they should see with their eyes, and hear with their ears, and understand with their heart, and should be converted, and I should heal them. So towards the end of Acts of Apostles, even after listening to the word of God, there are people, Paul says, there are people whose heart is dull, they are not ready to receive anything, they are not ready to change. ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചിലരോട് ദൈവവചനം സംസാരിച്ചെങ്കിലും അവരോട് യോജിക്കാതെ പിരിഞ്ഞു പോയപ്പോൾ അവൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. We should never have a dull heart. We should have a compassionate heart, a loving heart, so that a heart of flesh, as we meditated earlier, so that we can receive the word of God, the message of the word. ആകയാൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരു തടിച്ച ഹൃദയത്തെ അല്ല, മറ്റുള്ളവരുടെ വേദനകളെ അറിയുവാൻ കഴിയാത്ത, ഇല്ലെങ്കിൽ ഫീലിംഗ് ഒന്നും ഇല്ലാത്തൊരു ഹൃദയമല്ല, എന്നാൽ അതെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്ന, ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന, ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന, ദൈവിക അത്ഭുതങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു മാംസളമായ ഒരു ഹൃദയമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവം ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.